മൊബൈൽ ഉപയോക്താക്കളെ പിഴിഞ്ഞിരുന്ന ടെലികോം കമ്പനികളുടെ 28 ദിവസത്തെ റീചാർജ് നയത്തിന് അവസാനമാകുന്നു. 30 ദിവസത്തെ റീചാർജ് പ്ലാനുകൾ ഉടൻ അവതരിപ്പിക്കാൻ കേന്ദ്ര ടെലികോം മന്ത്രാലയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പാർലമെന്റിൽ താൻ ഉയർത്തിയ ശക്തമായ ആവശ്യത്തിനാണ് ഇപ്പോൾ ഫലമുണ്ടായിരിക്കുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP വ്യക്തമാക്കിയിട്ടുണ്ട്. വർഷത്തിൽ 13 തവണ റീചാർജ് ചെയ്യിപ്പിക്കുന്ന ചൂഷണത്തിനാണ് ഇതോടെ അന്ത്യമാകുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വിഷയം ആദ്യമായി ലോക്സഭയിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായി താൻ ഉന്നയിച്ചിരുന്നുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ഫേസ്ബുക്കിൽ കുറിച്ചു. 28 ദിവസത്തെ സൈക്കിൾ വഴി വർഷത്തിൽ 13 തവണ റീചാർജ് ചെയ്യിപ്പിക്കുന്ന ചൂഷണം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിനു മറുപടിയായി കമ്മ്യൂണിക്കേഷൻ സഹമന്ത്രി ഡോക്ടർ പെമ്മസാനി ചന്ദ്രശേഖർ വിഷയം ഗൗരവമായി പരിഗണിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. 2026 മാർച്ചിൽ നടന്ന പാർലമെന്റ് സമ്മേളനത്തിലും ആവശ്യമുന്നയിച്ചപ്പോൾ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണെന്നും കൊടിക്കുന്നിൽ കുറിപ്പിൽ പറയുന്നുണ്ട്. ആം ആദ്മി പാർട്ടി MP രാഘവ് ചദ്ദയും ഇതേ ആവശ്യം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. ഇതുവരെ 28 ദിവസത്തെ പ്ലാനുകൾ കാരണം വർഷത്തിൽ 13 തവണ ഉപയോക്താക്കൾ റീചാർജ് ചെയ്യേണ്ടി വന്നിരുന്നു. പുതിയ നിർദ്ദേശം വരുന്നതോടെ വർഷത്തിൽ 12 തവണ മാത്രം റീചാർജ് ചെയ്താൽ മതിയാകും. ഉപയോക്താക്കളുടെ ഒരു മാസത്തെ അധിക ബാധ്യത ഒഴിവാക്കുന്നതാണ് മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം. 30 ദിവസം വാലിഡിറ്റിയുള്ള ഒരു പ്ലാനെങ്കിലും പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് 2022 ട്രായ് മൊബൈൽ സേവനദാതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. 30 ദിവസം പരിധിയുള്ള ഒരു പ്ലാൻ വൗച്ചർ, ഒരു പ്രത്യേക താരിഫ് വൗച്ചർ, ഡാറ്റയും കോളും ലഭ്യമാക്കുന്ന ഒരു കോംബോ വൗച്ചർ എന്നിങ്ങനെ നടപ്പിലാക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം പല കമ്പനികളും പേരിന് മാത്രമാണ് നടപ്പിലാക്കിയത്. പലരും പിന്നീട് അതിൽ പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നു.